തമിഴ്നാട്ടിൽ വീണ്ടും ബി.ജെ.പി. എ.ഐ.എ.ഡി.എം.കെ സഖ്യം. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ നേരിടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചു. നയിനാർ നാഗേന്ദ്രൻ തമിഴ്നാട് ബി.ജെ.പി. അധ്യക്ഷനാകും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചപ്പോൾ നയിനാർ നാഗേന്ദ്രൻ മാത്രമാണ് പത്രിക സമർപ്പിച്ചത്. ഒന്നര വർഷം മുമ്പ് വഴിപിരിഞ്ഞ സഖ്യം വീണ്ടും കൈകോർക്കുന്നു. ലക്ഷ്യം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഭാഷാവിവാദം, മണ്ഡല പുനർനിർണയം തുടങ്ങിയ വിഷയങ്ങൾ ഏറ്റെടുത്ത് മുഖ്യ എതിരാളിയും ഭരണകക്ഷിയുമായ DMK തെരഞ്ഞെടുപ്പ് അജണ്ട വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മുൻപേയുള്ള സഖ്യപ്രഖ്യാപനം. എടപ്പാടി പളനിസ്വാമിയുടെയും കെ അണ്ണാമലയുടെയും സാന്നിധ്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് സഖ്യം പ്രഖ്യാപിച്ചത്. 2026 NDA സഖ്യം അധികാരത്തിൽ വരുമെന്നും അമിത്ഷാ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. मुझे पूरा विश्वास है कि आने वाले दिनों में जो चुनाव होने वाला है वो जनरल इलेक्शन में NDA प्रचंड बहुमत हासिल करेगा और तमिलनाडु में फिर से एक बार NDA की सरकार बनेगी. सीटों की संख्या और सरकार बनाने के बाद मिनिस्ट्री का बंटवारा दोनों यूनिट्स हमारे साथियों के साथ बैठकर बाद में तय करेंगे. അണ്ണാമലയുമായുള്ള അഭിപ്രായ വ്യത്യാസമായിരുന്നു ADMKയും BJPയും തമ്മിൽ വഴിപിരിയാൻ പ്രധാന കാരണം. അണ്ണാമലയുടെ പിൻഗാമിയായി തിരുനെൽവേലിയിൽ നിന്നുള്ള MLAയും AIADMK മുൻ നേതാവുമായ നയിനാർ നാഗേന്ദ്രൻ പത്രിക സമർപ്പിച്ചതിനു പിന്നാലെയാണ് അമിത്ഷാ സഖ്യപ്രഖ്യാപനവും നടത്തിയത്. 2017 BJPയിലെത്തിയ നയിനാർ നാഗേന്ദ്രനോട് AIADMKയ്ക്കും അകൽച്ചയില്ല. തേവർ സമുദായാംഗമായ നയിനാർ നാഗേന്ദ്രൻ വരുന്നതോടെ പടിഞ്ഞാറൻ തമിഴ്നാടിനും കന്യാകുമാരിക്കും പുറമെ മറ്റിടങ്ങളിലേക്ക് കൂടി പാർട്ടിയെ വ്യാപിപ്പിക്കാൻ കഴിയുമെന്ന കണക്കൂട്ടലാണ് BJPക്ക്, പ്രത്യേകിച്ച് തെക്കൻ തമിഴ്നാട്ടിൽ. നാഷണൽ ഡെസ്ക്, News 18.